ഞാൻ ഈ പേന പിടിച്ചതുപോലെ ഇങ്ങനെ കുത്തനെ പിടിച്ചാൽ ഈ പേന എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെയാണ് ഇന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥിതി. ഈ വ്യവസ്ഥിതിയിൽ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്നവൻ ബ്രാഹ്മണനും ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്നവൻ പറയനുമാണ്. ഇതിനിടയിൽ അനേകം ജാതികളുണ്ട്. ഓരോ ജാതിയും മറ്റൊരു ജാതിക്ക് മേലെയും അതിന് മേലെയുമായി ആളുകളെ ഗ്രേഡഡ് ഇനേക്വാളിറ്റി എന്ന് പറയുന്ന തരംതിരിക്കപ്പെട്ട അസമത്വം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥിതി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സൗധമാണ് ഇന്ത്യ രാജ്യത്തെ ഹിന്ദുത്വം എന്ന് പറയുന്നത്, ബ്രാഹ്മണിസം എന്ന് പറയുന്നത്, ചാതുവർണ്ണ സംസ്കാരം എന്ന് പറയുന്നത്. ഇതിനിടയിൽ 85% വരുന്ന ആളുകൾ പുലയനും പറയനും കുറവനും അടക്കമുള്ള പട്ടികജാതി പട്ടികവർഗക്കാർ, ആദിവാസികൾ, ഈഴവനും ആശാരിയും മൂശാരിയും തട്ടാനും വിശ്വകർമ്മജനും ധീവരനും അടക്കമുള്ള പിന്നോക്ക സമുദായങ്ങൾ, അങ്ങനെ തുടങ്ങി 85% വരുന്നവർ മതന്യൂനപക്ഷങ്ങൾ, പിന്നോക്കക്കാർ, അങ്ങനെ തുടങ്ങി 85% വരുന്ന ആളുകൾ ഈ വ്യവസ്ഥിതിയുടെ വെളിയാടുകളും 15% വരുന്നവർ ഈ വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കളുമായിരിക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് കാണുവാൻ കഴിയുന്നത്. ജാതി നിർമൂലനം എന്ന് പറയുന്ന ഗ്രന്ഥം ആകസ്മികമായി കിട്ടിയ മന്യർ കൻഷിറാം ഒരു ദിവസം ആ ദിവസം തന്നെയും കൻഷിറാം 1ാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ ജാതി നിർമൂലനം വായിച്ചു നോക്കൂ. ഇന്ത്യയിലെ സാമൂഹിക വ്യവസ്ഥിതിയെ സംബന്ധിച്ചുള്ള അഗാധമായ ആഴത്തിലുള്ള പഠനം വായിച്ച് മനസ്സിലാക്കിയ മന്യർ കൻഷിറാം താൻ ബ്രാഹ്മണനായ മേലുദ്യോഗസ്ഥരെ കൊല്ലുവാൻ വേണ്ടി വാങ്ങിയ റിവോൾവർ വലിച്ചു ദൂരേക്കിരുന്നു. കൻഷിറാമിന് മനസ്സിലായി ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനെ കൊല്ലുന്നത് കൊണ്ട് മാത്രം ഈ ബ്രാഹ്മണിസത്തെ ഉന്മൂലനം ചെയ്യുവാൻ കഴിയുകയില്ല. ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ബ്രാഹ്മണൻ മുതൽ പറയൻ വരെയുള്ള ഇന്ത്യ രാജ്യത്തെ മനുഷ്യന്റെ മസ്തിഷ്കങ്ങളിൽ അവന് ക്യാൻസർ പോലെ കാർന്നുകൊണ്ടുകൊണ്ടിരിക്കുന്ന, ക്യാൻസർ പോലെ പറന്നു പിടിച്ചിരിക്കുന്ന ഒരു മാനസികമായ രോഗ്യമാണ്, അർബുദമാണ്, ക്യാൻസറാണ് ജാതി വ്യവസ്ഥിതി ബ്രാഹ്മണിസം. ഈ ബ്രാഹ്മണിസം നശിപ്പിക്കുവാൻ മാർഗമൊന്നേയുള്ളൂ. ഈ ബ്രാഹ്മണിസത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഒരു അധികാര വ്യവസ്ഥിതിയാണ്, ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ്. ബ്രാഹ്മണിസത്തെ തകർക്കുവാൻ മാർഗമൊന്നേയുള്ളൂ. ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതി പിടിച്ചെടുത്തുകൊണ്ട് ആ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബ്രാഹ്മണിസത്തെ തകർക്കുവാൻ കഴിയുള്ളൂ. കേരളത്തിൽ വിശിഷ്യ മലബാറിന്റെ മണ്ണിൽ വിമോചനത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ കണക്കനും ചെറുമനും പുലയനും പറയനും തീയനുമെല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അവന് വഴി നടക്കാൻ പാടില്ല. ഇസ്ലാം മതം സ്വീകരിച്ചാൽ കാറൽ മാർക്സ് പറഞ്ഞതുപോലെയല്ല, എംഗൽസ് പറഞ്ഞതുപോലെയല്ല, ലെനിൻ പറഞ്ഞതുപോലെയല്ല, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞതുപോലെയല്ല, പ്രകാശ് കാരാട്ടും പിണറായി വിജയനും പറയുന്നത് പോലെയല്ല, നിനക്ക് 100 കൊല്ലം കഴിഞ്ഞാൽ മോചനം കിട്ടുമെന്ന് പറയുന്നതല്ല. വഴി നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചാത്തം പോലെയും പറയനും കുറവനുമെല്ലാം ഇവിടെ വെച്ച് കലിമ ചൊല്ലി എന്റെ തമ്പുരാൻ ബ്രാഹ്മണനല്ല, എന്റെ തമ്പുരാൻ ദൈവം തമ്പുരാൻ അള്ളാഹുവാണെന്ന് പ്രഖ്യാപിച്ച് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചാൽ അവൻ അവിടെ വെച്ച് ആ സെക്കൻഡിൽ മോചനം. വിമോചനത്തിന് വേണ്ടി അവൻ ഇസ്ലാം മതം സ്വീകരിച്ചു. മാറുമറയ്ക്കുവാൻ അവകാശം നിഷേധിക്കപ്പെട്ട പട്ടികജാതിക്കാർ, നമ്മുടെ സ്ത്രീകൾ, അമ്മതങ്ങന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ മാറി മാത്രമല്ല ശരീരം മുഴുവൻ മറയ്ക്കുവാൻ കഴിയുന്നവർ പർദ്ദ അവർക്ക് ധരിക്കുവാൻ കഴിയും. വിമോചനത്തിന് വേണ്ടി, മാനം മറയ്ക്കുവാൻ വേണ്ടി, അഭിമാനത്തിന് വേണ്ടി നമ്മുടെ പമ്മതങ്ങന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ രാജ്യത്തെ അഗസ്ത്യ ജനകോടികൾ വിമോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇസ്ലാം മതത്തിലേക്കും സിഖ് മതത്തിലേക്കും ബുദ്ധമതത്തിലേക്കും ക്രിസ്തുമതത്തിലേക്കും നമ്മുടെ സഹോദരന്മാർ വിമോചനത്തിന് വേണ്ടി അവർ ചേർന്നു. ഇന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ആരുടെ ശത്രുക്കളാണ്? RSSകാരൻ പറയുന്നത്, വിശ്വഹിന്ദു പരിഷത്തുകാരൻ പറയുന്നത് മുസ്ലിങ്ങളാണ് കണക്കന്റെയും പറയന്റെയും ജർമ്മന്റെയും ഗോവന്റെയും ഒക്കെ ശത്രു എന്നാണ്. ആണോ? നോക്കൂ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്, ദേശവിരുദ്ധന്മാരാണ്. നമ്മുടെ ക്ഷേത്രങ്ങളാണ് ഈ രാജ്യത്തെ മുഗൾ രാജാക്കന്മാരും മുസ്ലിം ഭരണാധികാരികളും പിടിച്ചെടുത്തത്. ബാബർ പിടിച്ചെടുത്തത് നമ്മുടെ ക്ഷേത്രമാണ്. രാമന്റെ ജന്മസ്ഥലം തന്നെയാണ് പിടിച്ചെടുത്തത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 400 വർഷക്കാലം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ സുജൂദ് ചെയ്ത ബാബരി മസ്ജിദ് അടിച്ച് തകർക്കുവാൻ ഈ രാജ്യത്ത് മതവാദികൾ കൂട്ടുപിടിക്കുവാൻ പരിശ്രമിച്ചത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സ്വന്തം സഹോദരന്മാരായ കണക്കനെയും പുലയനെയും പറയനെയും കുറവനെയുമായിരുന്നു എന്ന വസ്തുത നമുക്ക് വിസ്തരിക്കുവാൻ കഴിയുകയില്ല.
നിങ്ങൾ അറിയുമോ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ട്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസൽമാന്റെ നെഞ്ചത്ത് ഫ്രഞ്ച് വിരിമാറ് കുത്തിപ്പുളർത്തിക്കൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് മുറിച്ചു മാറ്റിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയെ വികൃതമാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ മനുവാദികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വിഭജിച്ചു കൊടുക്കേണ്ടി വന്നത്? പാകിസ്ഥാൻ വിഭജനത്തിന് ഉത്തരവാദികൾ ആരാണ്? ഈ രാജ്യത്തെ മനുവാദികൾ പറയുന്നത് മുസ്ലിങ്ങളാണ് എന്ന്, ജിന്നയാണ് വർഗീയവാദി എന്ന്, ജിന്നയാണ് ഭീകരനെന്ന്. ജിന്ന എന്തുകൊണ്ട് ഭീകരനാകുന്നു? ജിന്ന പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ടു അത്രേ. നിങ്ങൾ അറിയണം പ്രിയ സഹോദരന്മാരെ, സരോജിനി നായിഡു എന്ന് പറയുന്ന മതേതരത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സഹോദരത്വത്തിന്റെ സിംബലായി ഈ രാജ്യത്തെ മനുവാദികൾ, ദേശീയവാദികൾ അവതരിപ്പിക്കുന്ന സരോജിനി നായിഡു ഈ ജിന്നയെപ്പറ്റി പറഞ്ഞത് മതേതരത്വത്തിന്റെ പ്രവാചകനെന്നാണ്. മതേതരത്വത്തിന്റെ പ്രവാചകനെന്ന് സരോജിനി നായിഡുവിനാൽ വിശേഷിപ്പിക്കപ്പെട്ട മൗലാന മുഹമ്മദ് ജിന്ന പാകിസ്ഥാൻ വാദത്തിന്റെ അപ്പോസ്തലനായി മാറി. എങ്ങനെയാണ് മാറുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിലെല്ലാം ഹിന്ദു സിംബലുകൾ, ബ്രാഹ്മണ സിംബലുകൾ, സവർണ സിംബലുകൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. അവിടെ മതേതരത്വം പ്രസംഗിക്കുന്നു. സിംബലുകളെല്ലാം ഉപയോഗിക്കുന്നത്, അജണ്ടകൾ നിർണ്ണയിക്കുന്നത്, നടപ്പിലാക്കുന്നത് ബ്രാഹ്മണ സിംബലുകൾ, ഈ രാജ്യത്തെ മനുവാദി സിംബലുകൾ. അവിടെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഭയപ്പെട്ടതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വവും ഭയപ്പെട്ടു. അംബേദ്കർ എന്താ ഭയപ്പെട്ടത്? ഇന്ത്യയെ വിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ കയ്യിലേക്ക് അധികാരം നൽകിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ, ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് പ്രഖ്യാപിക്കുന്ന ഇന്ത്യക്കാർ എന്ന പേരിൽ നാം നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യം, നേടിയെടുക്കുന്ന രാഷ്ട്രീയാധികാരം ആരുടെ കൈകളിലേക്കായിരിക്കും പോകുക? ഈ രാജ്യത്തെ ബ്രാഹ്മണന്റെ, ക്ഷത്രിയന്റെ, ബനിയയുടെ, മനുവാദികളുടെ കൈകളിലേക്കായിരിക്കുമെന്ന് ബാബാ സാഹേബ് അംബേദ്കർ ഭയപ്പെട്ടതുപോലെ തന്നെ മൗലാന മുഹമ്മദ് ജിന്നയും ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വവും ഭയപ്പെട്ടു. ആ ഭയം എവിടെ കൊണ്ടെത്തിച്ചു? ഇന്ത്യ രാജ്യത്തെ വല്ലഭായ് പട്ടേൽ അടക്കമുള്ള ആളുകളുടെ കുബുദ്ധിയിൽ നിന്ന് ഉയർന്നു വന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ആശയം, പട്ടേലും അതുപോലുള്ള കുറേയധികം ബ്രാഹ്മണ മനുവാദികളും ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംഗതി ചാക്കിൽ പൊതിഞ്ഞിട്ട് ജിന്ന എന്ന് പറയുന്ന ഒരു ശുദ്ധജീവിയുടെ തലയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാ പാകിസ്ഥാൻ, ഇതും കൊണ്ട് നടന്നോ? എന്നിട്ട് അത് വെച്ചുകൊടുത്ത ആളുകൾ തന്നെ ആളുകളെ വിളിച്ചു പറഞ്ഞു, അതാ കണ്ടോ പാകിസ്ഥാൻവാദി, ഭീകരവാദി. ആ ഭീകരവാദിയെ കല്ലെറിഞ്ഞ് പുറത്താക്കുക. എന്തിനാ പാകിസ്ഥാൻ മുറിച്ചു മാറ്റിയത്? എന്തിനാ ഇന്ത്യ രാജ്യത്തെ പാകിസ്ഥാൻ വെട്ടിമുറിച്ചത്? പാകിസ്ഥാൻ വെട്ടിമുറിച്ചത് മറ്റൊന്നിനുമല്ല, ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സമുദായം എന്ന് പറയുന്ന നിലയിൽ ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ആ മുസ്ലിങ്ങളും ഇന്ത്യയിലെ പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പിന്നോക്ക സമുദായങ്ങൾ, ഈ ആളുകളെല്ലാം കൂടി യോജിച്ചിട്ട് നമുക്കൊരു വലിയ പാർട്ടി ഉണ്ടാക്കാമെന്ന് അംബേദ്കർ ജിന്നയുമായി സംസാരിച്ചു. ജിന്നയുമായി മാത്രമല്ല, മൗലാന സഫറുള്ള ഖാനുമായി, അതുപോലുള്ള മൗലാന മുഹമ്മദ് ജിന്ന സാഹിബുമായി, ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വവുമായി, ഇന്ത്യയിലെ പിന്നോക്ക പ്രസ്ഥാനങ്ങളുമായി, അതുപോലുള്ള ആളുകളുമായി ബാബാ സാഹേബ് അംബേദ്കർ ആശയ വിനിമയം നടത്തി. അംബേദ്കർ തന്നെയും പ്രഖ്യാപിച്ചു, ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുവാൻ മുസ്ലിങ്ങളും പിന്നോക്ക സമുദായങ്ങളും പട്ടികജാതി പട്ടികവർഗക്കാരും ഒന്നിച്ചു ചേർന്നാൽ ഞങ്ങൾക്ക് കഴിയുമെന്ന്. ഇത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ വലിയ അപകടം ഇന്ത്യയിലെ മനുവാദികൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് പാകിസ്ഥാൻ ആശയം ഉയർന്നു വരുന്നത്. മായാവതി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് തമ്പുരാക്കന്മാർ കൊടുത്തതുപോലെ 3 സെന്റും 8 സെന്റുമല്ല. എത്ര മായാവതി കൊടുത്തത്? ഭൂമിയില്ലാത്ത ഭൂരഹിതരായ ആളുകൾക്ക് അവന്റെ ജാതി നോക്കാതെ, അവന്റെ കുലം നോക്കാതെ, അവന്റെ മതം നോക്കാതെ, അവൻ സവർണനാണോ അവർണനാണോ മുസ്ലിമാണോ ക്രൈസ്തവനാണോ എന്ന് നോക്കാതെ ഭൂരഹിതരായ ആളുകൾക്ക് 3 ഏക്കർ ഭൂമി വീതം പതിച്ചു കൊടുത്ത ബഹൻകുമാരി മായാവതി. നിങ്ങൾ വിചാരിക്കേണ്ട പട്ടയത്തിലാണ് പതിച്ചു കൊടുത്തത് എന്ന്. ഉമ്മൻചാണ്ടി കൊടുത്തത് പട്ടയമാണ്, അച്യുതാനന്ദൻ കൊടുത്തതും പട്ടയമാണ്. കാസർഗോഡ് നിന്ന് വന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നു. കാസർഗോഡ് നിന്ന് വന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ പേരിയ എന്ന് പറയുന്ന വില്ലേജിൽ കാലിയനടുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് പട്ടയം കൊണ്ട് ആളുകൾ ചെന്നു. എത്ര കുടുംബം? 370 കുടുംബം. എന്നിട്ടോ പട്ടയം കൊണ്ട് അവര് ചൂട്ടും കത്തിച്ചിട്ട് അവര് തെരഞ്ഞു നടന്നു. പട്ടയത്തിന്റെ ഭൂമി എവിടെയില്ല? കാലിയനടുക്കത്ത് ഭൂമിയില്ല, കാസർഗോഡ് ഭൂമിയില്ല, ചെങ്ങറ സമരക്കാർക്ക് ഭൂമിയില്ല. അവർ അണ്ണാക്കിലേക്ക് തിരികെയിടാൻ ഒരു പട്ടയം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉത്തർപ്രദേശിന്റെ മണ്ണിലാണ്, അത് ബഹൻകുമാരി മായാവതിയാണ് എന്ന് പറയുവാൻ നമുക്ക് അഭിമാനമാണ്. ആരും വിചാരിക്കേണ്ട പട്ടികജാതിക്കാർക്ക് മാത്രമാണ്. 10% പട്ടികജാതി പട്ടികവർഗത്തിന്,
10% ഈഴവരടക്കമുള്ള OBCക്ക്, 10% മുസ്ലിങ്ങൾക്ക്, 10% മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക്, 10% ദരിദ്ര മുന്നോക്ക ജനവിഭാഗങ്ങൾക്ക്. ഉത്തർപ്രദേശിന്റെ മണ്ണിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കുത്തകകളെ നിരോധിച്ച സംസ്ഥാനം. ആരാ സാമ്രാജ്യത്വത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് സമരം നടത്താറ്? സമരം നടത്തുന്നത് ഇടതുപക്ഷവും LDFും വിപ്ലവകാരികളും. എന്താണ് അവരുടെ സമരം? അവരുടെ സമരം ഇതുപോലുള്ള കൂൾബാറുകളിൽ കയറി ചെന്നിട്ട് കോളക്കുപ്പി അടിച്ചു വെട്ടിക്കുക. അതിന്റെ നഷ്ടമാർക്കാണ്? കൊക്കോകോള കമ്പനിക്കാരനാണോ? അമേരിക്കയ്ക്കാണോ? അല്ല, ആ കുപ്പികൾ വാങ്ങിവെച്ച, ആ ബോട്ടിൽ വാങ്ങിവെച്ച കടയുടമസ്ഥനാണ്. ഇതാണ് കുത്തകകൾക്കെതിരെയുള്ള ഈ രാജ്യത്തെ വിപ്ലവകാരികളുടെ സമരം. പക്ഷേ കുത്തകകൾക്കെതിരെ ഇന്നോളം BSP ഒരു സമരവും നടത്തിയിട്ടില്ല. ഓളക്കുപ്പി അടിച്ചു പൊട്ടിച്ചിട്ടില്ല. കുത്തകകൾക്കെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ അധികാരം കിട്ടിയപ്പോൾ ബഹൻകുമാരി മായാവതി ചെയ്തത് തന്റെ സംസ്ഥാനത്തു നിന്നും റിലയൻസും സഹാറയും സ്പെൻസറും ടാറ്റയും ബിർളയും അടക്കമുള്ള കുത്തകകളോട് ചില്ലറ വിൽപ്പന മേഖലകളിൽ നിന്നും പുറകോട്ട് പോകുവാൻ, തന്റെ സംസ്ഥാനം വിട്ട് കടക്കട പുറത്തു എന്ന് പറഞ്ഞിട്ട് ഉത്തരവ് കൊടുക്കുവാൻ ഏതെങ്കിലും ഒരു ഭരണാധികാരി ധൈര്യം കാണിക്കണമെങ്കിൽ അത് ഉത്തർപ്രദേശിന്റെ മണ്ണിലാണ്. അത് ഉത്തർപ്രദേശിന്റെ മണ്ണിലാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, കേരളം ഇന്ന് ഭരിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് തന്റെ ഇടമുണ്ടോ കുത്തകകൾ എന്റെ സംസ്ഥാനം വിട്, കേരളത്തിന് പുറത്തു കടക്കുകയെന്ന് ഉത്തരവ് കൊടുക്കുവാൻ? ഇന്നലെ ഭരിച്ച അച്യുതാനന്ദന് ധൈര്യമുണ്ടോ എന്ന ചോദ്യം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നില്ല. അച്യുതാനന്ദന് ധൈര്യം പോയിട്ടൊന്നുമില്ല. ഏറ്റവും അവസാനം എന്താ സംഭവിച്ചത്? മായാവതി ചെരുപ്പ് വാങ്ങാൻ വിമാനത്ത് പോയി. എവിടെയാണ് പോയത്? ഹോട്ടൽ. എന്താണ് അതിന്റെ വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. ബഹൻകുമാരി മായാവതി എന്ന് പറയുന്നത് ഒരു ചമാർ സമുദായക്കാരിയാണ്. ഉത്തർപ്രദേശുകാരിയാണ്. ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ലോകത്തെ ഏറ്റവും ഡിമാൻഡുള്ള, ലോകത്തെ ചെരുപ്പ് വ്യവസായത്തിൽ ഏറ്റവും മുന്തിയ ചെരുപ്പ് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ആ ചെരുപ്പുകൾ ഉണ്ടാക്കുന്ന സമുദായം ബഹൻകുമാരി മായാവതിയുടെ സമുദായമാണ്. ആ ബഹൻകുമാരി മായാവതിയാണ് ബോംബെയിൽ ചെരുപ്പ് വാങ്ങാൻ പ്ലെയിനിൽ ചെന്നത്, ഹെലികോപ്റ്ററിൽ ചെന്നത്. നോക്കൂ, എന്താണ് ഇതിന്റെ വസ്തുത? അമേരിക്കൻ CIA-യുടെ ചാരസംഘടന, അമേരിക്കയുടെ ചാരസംഘടനയാണ് CIA. ആ CIA-യുടെ ആളുകൾ എല്ലാ രാജ്യത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ രാജ്യത്തെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെ അവർ ചെന്ന് സമീപിച്ചുകൊണ്ടിരിക്കുന്നു, സംസാരിക്കുന്നു. എന്തിനാ സംസാരിക്കുന്നത്? ആ ആളുകൾക്കൊക്കെ എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവരൊക്കെ നമുക്ക് എതിർ നിൽക്കുമോ അനുകൂലമാക്കുമോ, ഇവരൊക്കെ നമ്മൾ എതിർക്കുന്ന ആളുകളാണോ എന്നൊക്കെ മനസ്സിലാക്കാം. ഇന്ത്യയിലും ആ ആളുകൾ വന്നു. ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നേതൃത്വത്തിന്റെയും അടുത്തും ആ CIA-യുടെ ഏജന്റുമാർ ചെന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ടില്ല എന്ന് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളൊന്നും നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ അടുത്തൊക്കെ അവർ വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്ന് ആ ആളുകളൊക്കെ സമ്മതിക്കുക കൂടി ചെയ്തു. പ്രകാശ് കാരാട്ടിന്റെ അടുത്ത് പോയി ഈ കാര്യം പ്രകാശ് കാരാട്ട് സമ്മതിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ അടുത്ത് വന്നു, സോണിയാഗാന്ധിയുടെ അടുത്ത് വന്നു, അദ്വാനിയുടെ അടുത്ത് വന്നു, BJP നേതാക്കന്മാരുടെ അടുത്ത് വന്നു. ഇന്ത്യയിൽ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അടുത്ത ആളുകൾ ചെന്നു. ബഹൻകുമാരി മായാവതിയുടെ അനുവാദം ചോദിച്ചു, ഞങ്ങൾക്കൊന്ന് കാണണം. മായാവതി പറഞ്ഞു, ഞാനെന്തിന് നിങ്ങളെ കാണണം? ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധമെന്ത്? അതുകൊണ്ട് എനിക്ക് സമയമില്ല. അമേരിക്കയിൽ നിന്നും വന്ന അമേരിക്കയുടെ രഹസ്യ സംഘടനയായ CIA എന്ന് പറയുന്ന സംഘടനയുടെ ഏജന്റുമാരെ കാണുവാൻ കൂട്ടാക്കാത്ത, അവരെ നിഷേധിച്ച, അവരെ ധിക്കരിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ രാജ്യത്തുണ്ട് എങ്കിൽ അഭിമാനത്തോടുകൂടി നിങ്ങൾക്കും എനിക്കും പറയുവാൻ കഴിയും, അത് ബഹുജൻ സമാജ് പാർട്ടിയും ബഹൻകുമാരി മായാവതിയുമാണ്. അപ്പോ അമേരിക്ക വിചാരിച്ചു, എന്നാൽ ഒരു പണി കൊടുത്തേക്കാം. അപ്പോഴാണ് അമേരിക്കയുടെ രഹസ്യ റിപ്പോർട്ടിൽ മായാവതി ചെരുപ്പ് വാങ്ങാൻ ഹെലികോപ്റ്ററിൽ പോയി. എവിടെ? ബോംബെ. ഈ രഹസ്യ വിവരം ആർക്ക് ചോർന്നു കിട്ടി? വളരെ രഹസ്യമായി, വളരെ കോൺഫിഡൻഷ്യലായി ചോർന്നു കിട്ടി വിക്കിലീക്സിന്. ഇത് എപ്പോഴാണ് ഈ രഹസ്യ വിവരങ്ങളൊക്കെ വരുന്നത്? തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്താണ്.
രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് ബഹൻകുമാരി മായാവതിയുടെ ഗവൺമെന്റും ഈ പാർട്ടിയും അഴിമതിക്കാരുടെ പാർട്ടിയാണ്. എന്നിട്ടോ മനോരമയ്ക്കും മാതൃഭൂമിക്കും വലിയ വാർത്ത എന്താ? അവിടെ കർഷകരുടെ കൂട്ടക്കൊലയാണ്, കുടിയൊഴിപ്പിക്കലാണ്, യു പിയിലായ പ്രശ്നമാണ്, അഴിമതിയാണ്. യു പിയിലെ ജനതയ്ക്ക് രക്ഷയില്ല, യു പിയിലെ ജനതയ്ക്ക് രക്ഷയില്ല. രക്ഷപ്പെടുത്താൻ ആരാ വരുന്നത്? അഭിനവ രാജകുമാരൻ രാഹുൽ ഗാന്ധി. മൂപ്പർ എന്താ ചെയ്തത്? മനോരമ വെണ്ടയ്ക്ക നടത്തുന്നു. യു പിയിൽ 20 ഗ്രാമങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര. കേരളത്തിൽ നിന്ന് വായിക്കുമ്പോ ഇവിടുത്തെ സവർണ പ്രസ്ഥാനങ്ങളുടെ ചക്രങ്ങളൊക്കെ പറയുമോ ബഹന്തി ഇപ്പൊ തകരും യു പിയിൽ, അടുത്ത ഇലക്ഷൻ ഒന്ന് വന്നോട്ടെ. യു പിയിലെ 20 ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ മൊയ്തീൻ പള്ളിയിൽ, കോഴിക്കോട് മൊയ്തീൻ പള്ളിയിൽ കൊതുക് പോയ പോലെയാണ്. ഈ ബ്രോക്കർമാര് കൂടിയിട്ട് പറയുന്നത് അല്ല ഒരുപാട് വിശേഷപ്പെട്ട ഉഷാറല്ലേ? ആ ഉഷാറാണ്. അവിടെ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, ഇവിടെ ഒരു 10 ഏക്കറുണ്ട്. നമ്മുടെ നാഷണൽ കമ്മിറ്റിക്ക് ബിരാമി വേണമെങ്കിൽ ഞങ്ങൾ കച്ചവടാക്കി തരാം. ആളുകളുടെ ഒരു ചിന്ത രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിനുള്ളതാണ് എന്ന് ഈ ജനതയിലേക്ക് ഒരു ചിന്ത ഇട്ടതിൽ BSPക്ക് പങ്കുണ്ടോ? പങ്കില്ല, ഉറപ്പായിട്ടും പങ്കില്ല. കാരണം 6 പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ചത് BSP അല്ല, കോൺഗ്രസ് ആണ്, CPM ആണ്, BJP ആണ്. ഇവരാണ് ഈ ചിന്ത ജനതയിലേക്ക് ഇട്ടത്. ഇവരാണ് ഈ ജനതയെ അരാഷ്ട്രീയവാദികളാക്കിയത്. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ അറിയുമോ, ഗുജറാത്തിൽ 10,000-കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കുരു നടത്തിയ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കുപ്പായമിട്ട് അദ്വാനിയോട് ഏറ്റുമുട്ടുന്ന പിന്നോക്കവാദിക്കാരനായ നരേന്ദ്രമോദി എന്ന നരഭോജിയോട് അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് നടന്ന ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി BSPയുടെ പ്രാധാന്യം മനസ്സിലാവാൻ. 10,000-കണക്കിന് മുസ്ലിങ്ങൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. 1000-കണക്കിന് മുസ്ലിം സഹോദരിമാർ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അവർ താമസിച്ച ഗണ്ടികളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. അവർ അന്തിയുറങ്ങിയ വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. അവർ നമസ്കരിച്ച പള്ളി രാത്രിക്ക് രാത്രി ബുൾഡോസർ വെച്ച് നിരത്തി അവരെ താറിട്ട കോട്ടാക്കി മാറ്റി. ഒരു ബാബരി മസ്ജിദിന് പകരം 1000-കണക്കിന് 100-കണക്കിന് മസ്ജിദുകളും 1000-കണക്കിന് മുസ്ലിം കുടുംബങ്ങളെയും തകർത്തരിപ്പണമാക്കി ഗുജറാത്തിൽ. പക്ഷേ ആ ഗുജറാത്തിന്റെ മണ്ണിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോയ ഞാൻ ഉൾപ്പെടെ പുനർവിധേയമാക്കിയ വിഷയമുണ്ട്. അവിടെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ എന്റെ മുമ്പിൽ പാദയാത്രയോടൊപ്പം ഇവിടെ നിൽക്കുന്ന ഈ ശബ്ദം ശ്രമിക്കുന്ന പട്ടികവർഗത്തിലെ സമുദായത്തിലെ സഹോദരങ്ങളായിരുന്നു എന്ന കാര്യം മുസ്ലിങ്ങളെ നമ്മൾ വിസ്മരിച്ചു പോകരുത്. ബാബരി മസ്ജിദ് പൊളിക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് യു പിയിലെ BSPയിലെ പട്ടികവർഗക്കാരായ കേരളമാരാണ് എന്ന ദിവസം മാധ്യമങ്ങൾ മൂടിവെച്ചാലും വിളിച്ചു പറയാൻ മുസ്ലിം സമുദായത്തിലെ 1000-കണക്കിന് പുതിയ തലമുറയിലെ ആളുകളുണ്ട്. ഇന്ത്യയിൽ ആരും വിസ്മരിച്ചു പോകരുത്. जिंदाबाद BSP जिंदाबाद बहन कुमारी जिंदाबाद बहन कुमारी जिंदाबाद बहन कुमारी जिंदाबाद बहन कुमारी जिंदाबाद अय्यंगारी जिंदाबाद अय्यंगारी जिंदाबाद श्रीनारायण गुरु जिंदाबाद श्रीनारायण गुरु जिंदाबाद श्रीनारायण गुरु जिंदाबाद श्रीनारायण गुरु जिंदाबाद ईवी रामस्वामी नायकर जिंदाबाद ईवी रामस्वामी जिंदाबाद BSP जिंदाबाद BSP जिंदाबाद अमर रहो अमर रहो कांची राम जी अमर रहो कांची राम जी अमर रहो अमर रहो अमर रहो अमर रहो कांची राम जी 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 अमर रहो जय भीम जय भीम जय भीम जय भीम जय भीम जय भीम